അപ്പൊ ചുരുക്കത്തിൽ ഔറത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുക, ഒന്ന് ഔറത്ത് പ്രത്യക്ഷമാക്കുക, അല്ലെങ്കിൽ ഔറത്ത് പ്രത്യക്ഷമാക്കുന്നത് ഒരു പ്രത്യേക സംസ്കാരമായി എന്നെ കരണീയമാക്കുക. എനിക്കൊരു കാര്യം സ്വീകാര്യോഗ്യമാകുമ്പോഴേ അത് ഞാൻ കാണുകയും പറയുകയുമുള്ളൂ. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ കാണില്ല, അപ്പോൾ അവർ അതിൻ്റെ അനുയായികളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹബ്ബ ഖൗമൻ, ഒരാളൊരു സമൂഹത്തിനെ ഇഷ്ടപ്പെട്ടാൽ ആ സമൂഹത്തോടു കൂടെ അള്ളാഹു മഹ്ശറയിൽ അവനെ കൊണ്ടുവരുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ട അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെ ഇഷ്ടപ്പെട്ടോ അയാളെ കൂട്ടത്തിലാകും വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഔറത്ത് വെളിവാക്കുന്ന ആളുകൾ, നിങ്ങൾ ചിന്തിച്ചു, വൃത്തികെട്ട ആഭാസകരമായ ഇതെന്ത് കലയാണ് മനുഷ്യർ, ഇതെന്റെ ആഭാസമാണ് മനുഷ്യരെ. ഇതിൻ്റെ പേര് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ കേരള സംസ്ഥാനത്തിൽ. നാണം കെട്ട കുറെ സാഹിത്യകാരന്മാർ പോയിരിക്കുന്ന ഒരു സ്ഥാപനം. ലക്ഷക്കണക്കായ രൂപ സർക്കാരിൻ്റെ രാജ്യത്തെ ടാക്സിൽ നികുതി പണത്തിൽ നിന്ന് കുമ്പ വീർപ്പിക്കുന്ന ഒരു സെൻസർ ബോർഡ്. എന്തിനാണ് അവർ കത്തിവെച്ചത്? ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർ ഇന്ന് വരെ കത്തിവെച്ചിട്ടുണ്ടോ? കത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലീമസമായ വൃത്തികെട്ട ഈ സിനിമയും നാടകങ്ങളും ഇവിടെ പുറത്തിറങ്ങും. എന്തതിൻ്റെയൊക്കെ താല്പര്യം? സർക്കാരിനെ, അവരെ വിമർശിക്കുന്ന ചില സാഹിത്യകാരന്മാരെ അടക്കിയിരുത്താനുള്ള വേദി മാത്രമാണ് ഇന്നത്തെ സെൻസർ ബോർഡ് എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണിത്? എന്ത് തമ്മാടിത്തരത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണിത്? ഈ തമ്മാടിത്തരത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിരോധിക്കാൻ വേണ്ടി രാജ്യത്തെ നികുതി പണത്തിൽ നടത്തപ്പെടുന്ന സെൻസർ ബോർഡ് പോലും ഇന്ന് നോക്കുകുത്തിയാണെന്ന യാഥാർത്ഥ്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. എൻ്റെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുപോലെയാണ് ഈ സൊസൈറ്റി ഇവിടെ നശിക്കുകയാണ്, നമ്മുടെ സമുദായം നശിക്കുക. എന്താ നമ്മളെ മനസ്സിൻ്റെ ചോയ്സ്? എന്താ നമ്മളെ മനസ്സിൻ്റെ ചോയ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പരിസരത്തുള്ള ഈ വൃത്തികെട്ട ആഭാസകരമായ പോസ്റ്റർ ഒന്ന് കണ്ടാൽ മതി. ഉമ്മയും മോനും അങ്ങാടിയിൽ ബസ് കയറാൻ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം, പെങ്ങൾക്കും സഹോദരനും സഹോദരിക്കും ബസ് കയറാൻ ഒരു കവലയിൽ വന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ മസാലയൊക്കെ അടിച്ചുവിടുന്ന കാര്യത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സെൻസർ ബോർഡിന്റെ മുകളിലിരിക്കുന്ന സാഹിത്യ തമ്പുരാക്കന്മാർക്കാണെന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. അവരിവിടെ കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണ്. ഈ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഭീമമായ ഉത്തരവാദിത്തം ഉണ്ടാവുക ഇവിടുത്തെ ഈ സെൻസർ ബോർഡിനും അവരെ താങ്ങി നിർത്തുന്ന അതാത് കാലഘട്ടത്തിലെ സർക്കാർ, അവരാരെ സർക്കാരാണെങ്കിലും വേണ്ടില്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നാ പറയാ. എന്നിട്ട് ഉണ്ടാവുന്ന എന്താ? ഈ അസാംസ്കാരികത്വങ്ങളും ഈ തമ്മാടിത്തരങ്ങളും. ഇതൊക്കെയാകട്ടെ ചെലവാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ പാവപ്പെട്ട മനുഷ്യരുടെ നികുതി പണത്തിന്റെ ടാക്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം വളരെ ഗൗരവമായി ഈ മനുഷ്യ തൃഷ്ണ, ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ മാനവ തൃഷ്ണ, മാനവശേഷി, മാനവ പ്രതികരണം ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അതിനെല്ലാം പുറമെ നിങ്ങൾ ആലോചിക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവാണ്. ഈമാനാണല്ലോ നമ്മുടെ ഘടകം. നമ്മളിലേക്ക് തന്നെ മടങ്ങിപ്പോരാ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നല്ല നമ്മുടെ ലക്ഷ്യം. അതിക്കൊന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടം ഈമാനാണ്. അല്ല, ഒരേ ഒരു നേട്ടേ നമുക്കുള്ളൂ. എന്താ നേട്ടം? ഈമാൻ. അല്ലാഹു തരട്ടെ. എന്താ ഈമാനെ താങ്ങി നിർത്തുന്ന ഘടകം? ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ വഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഹബീബായ നബി പറഞ്ഞു, ഈമാൻ എന്നാൽ തൗഹീദാണ്. ഈമാനെയും തൗഹീദിനെയും താങ്ങി നിർത്തുന്ന ഘടകം വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാനെ താങ്ങി നിർത്തുന്ന ഘടകം ലജ്ജയാണ്. ലജ്ജയില്ലാത്ത വ്യക്തിക്ക് ഈമാൻ ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ അത് പറഞ്ഞത്? 70 ചില്ലാനം ഈമാന്റെ ശാഖ ആ ഹദീസിൽ വിശദീകരിച്ചില്ല. ഒരു ശാഖയാ വിശദീകരിച്ചത്. എന്ത്? വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാന്റെ മുകളും താഴെയും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. മനുഷ്യന്മാരെ, നിസ്കാരമല്ല ഈമാനെ താങ്ങി നിർത്തുന്ന ഘടകം. ആ നിസ്കാരത്തെ നിസ്കാരമാക്കി തീർക്കുന്ന ഹയാ.
ഇതിൻ്റെ അളവ് നമ്മളൊന്ന് ചിന്തിച്ചോക്കെ. എന്താ നമ്മളെന്ന അളവിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവും പകല് സംസാരിക്കൽ മടിയുള്ള ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 15 കൊല്ലം മുമ്പായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ? ശരിയല്ലേ? ഇവിടെ നിറച്ച ആളുകൾക്കൊക്കെ അറിയാലോ. അതിൻ്റെ സാങ്കത്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ ശരിയും തെറ്റുമല്ല പറയുന്ന. ഒരു ഭാര്യക്കും ഭർത്താവിനും ആഭാസകരമല്ലാത്ത ഏതു ബന്ധങ്ങളും എവിടെയും ആകാവുന്നതാണ്. ആഭാസമല്ലാത്തത്, ആഭാസം എന്ന് പറഞ്ഞാൽ സദസ്സിനനുസരിച്ചാണ്, ഞാൻ വിശദീകരിക്കണില്ല. അപ്പോൾ അവർക്ക് കാണാൻ സംസാരിക്കും, തെറ്റല്ല. പക്ഷേ അതുവരെ നമ്മൾ സൂക്ഷിച്ചിരുന്നു. എന്തേ നിങ്ങൾക്ക് വിചാരിക്കുന്ന ചില ആളുകൾ വിചാരിക്കും അത് പൊട്ടത്തരമായിരുന്നില്ലേ? അല്ല, അത് ഒരു പ്രത്യേകമായ സൂക്ഷ്മതയായിരുന്നു. ഏതുപോലെ എന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ നദഉ തിസ്അത അശാരിൽ ഹലാലി മഖാഫത അൻ നഖഅ ഫിൽ ഹറാമി. യഹ്യയിൽ ഇമാം ഗസാലി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല 10 കാര്യം ഞങ്ങൾക്ക് ഹലാലാക്കിയാൽ കുന്നാ നദഉ തിസ്അത അശാരിൽ ഹലാലി, 10-ലെ 9 ഞങ്ങൾ ഒഴിവാക്കും. എന്തിന്? മഖാഫത അൻ നഖഅ ഫിൽ ഹറാമി, ഹറാമിൽ വീണു പോകുമോ എന്ന് പേടിച്ചിട്ട്. ആരാ പറഞ്ഞതെന്നറിയോ? ആരാ പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ വിചാരം ഉണ്ടാവും ഇതൊക്കെ അന്തല്ലാത്ത കാലത്തല്ലേ. ആരാത് പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. എനിക്ക് ശേഷം ഒരു നബി ആവശ്യമായിരുന്നെങ്കിൽ മീർജ ഗുലാമിനെ അയക്കുന്നല്ല പറഞ്ഞത്, ലകാന ഉമറ, അത് ഉമറായിരിക്കുമായിരുന്നു. പക്ഷെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ശേഷം ഒരാൾ നബി ആയിരുന്നുവെങ്കിൽ ലകാന ഉമറ, അത് ഉമറായിരുന്നുവെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ വളഅൽ ഹഖ അലാ ലിസാനി ഉമറ, ഉമറിന്റെ നാവ് അല്ലാഹു സത്യം വെച്ച നാവാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഇന്നാ കുന്നാ നദഉ തിസ്അത അശാരിൽ ഹലാൽ മഖാഫത അൻ നഖഅ ഫിൽ ഹറാം. ഹറാമിൽ വീണു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ 10-ൽ 9 ഒഴിവാക്കിയിരുന്നു. 10-ൽ 1 ഒഴിവാക്കിയിരുന്നു അല്ല, ഞങ്ങൾ നദഉ തിസ്അത അശാരിൽ ഹലാലി, ഹലാലിൻ്റെ 10-ൽ 9 ഒഴിവാക്കിയിരുന്നു. നിങ്ങൾ ഇന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഇപ്പം നമ്മളെ വീട്ടിലെ അവസ്ഥ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. എൻ്റെ ചില വൃത്തികെട്ട ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ മലബാറിലെ ചില ജില്ലകളിൽ നിന്ന് വന്ന വൃത്തികെട്ട ആഭാസകരമായ പത്രവാർത്തകൾ പറയാൻ വയ്യ. ഞാൻ എൻ്റെ വീട്ടിൽ പത്രം 1-2 ദിവസം പൂഴ്ത്തി വെച്ചു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വാപ്പാക്കൊരു സ്വഭാവമുണ്ട്, പത്രം വന്നാൽ വാപ്പാക്ക് വേണ്ടത്ര പെട്ടെന്നാണ് കണ്ണാവില്ല. അപ്പോൾ വാപ്പ എന്ത് ചെയ്യും? എൻ്റെ മൂത്ത ഒരു പെൺകുട്ടിയുണ്ട്, ഒരു 13 വയസ്സായ പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയെ ഇരുത്തിയിട്ട് പത്രം അങ്ങനെ വായിപ്പിക്കും. പെൺകുട്ടിക്ക് ഒരു അരമണിക്കൂർ ഒഴിവുണ്ടായാൽ ഇത് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസത്തെ പത്രം എൻ്റെ സെൻസർ ബോർഡിൻ്റെ കയ്യിൽ കിട്ടാതെ പോയി. പിന്നുള്ള 2-3 ദിവസത്തെ പത്രം ഞാനത് സെൻസർ ചെയ്തു. എന്തുകൊണ്ടെന്നറിയോ? ഒരു 10-70 വയസ്സുകാരനായ ഒരു വല്യുപ്പ ഒരു വീട്ടിൽ ചെയ്ത വൃത്തികെട്ട ആഭാസകരമായ, വളരെ വലിയ ആഭാസകരമായ കാര്യം ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നായാലും പറയല്ലാതെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു വീട്ടിലത്തെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണ്ട, അത് ഈ കാലത്തിൻ്റെ മുഖക്കണ്ണാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തേ ഈ അവസ്ഥ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ചിന്തിച്ചു നോക്കൂ. സ്വന്തം മക്കളെയൊക്കെ വ്യഭിചരിക്കുന്നതിന് സാർവത്രികമായില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി ഉമ്മയിലേക്കുള്ള അകലം വളരെ കമ്മിയല്ലേ? ഉമ്മയിലേക്കുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ അന്ന് ദജ്ജാൽ ഇറങ്ങുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് നമ്മളെ കയ്യിൽ ഇല്ലേ? മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താ ഈ പറയുന്നത്?